നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മീൻ വെച്ചിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അത് മറ്റുള്ള ബിരിയാണി പോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വൃത്തിയാക്കിയതിന് ശേഷം മീഡിയം സൈസിൽ മുറിച്ചെടുത്ത 1/2 കിലോ മീനാണ്. നല്ല വൈറ്റ് ഫ്ലഷ് ഉള്ള നല്ല ടേസ്റ്റുള്ള മീൻ വേണം ഇതിനായിട്ട് എടുക്കാൻ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോൾഡൻ ആവോലിയാണ്. യുഎസിൽ ഇതിന് ഗോൾഡൻ പോംഫ്രെറ്റ് അല്ലെങ്കിൽ പൊമ്പാനോ എന്ന് പറഞ്ഞിട്ട് ചൈനീസ് അല്ലെങ്കിൽ ഏഷ്യൻ സ്റ്റോറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു മീനാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ എരിവ് വളരെ കുറവും മീനിന് നല്ലൊരു നിറവും കിട്ടും. 1/2 ടീസ്പൂൺ നാടൻ ഗരം മസാല ചേർക്കാം. 1/2 ടീസ്പൂൺ മീറ്റ് മസാല ചേർക്കാം. ഞാൻ ഈസ്റ്റേൺ മീറ്റ് മസാലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി ഒരു ചെറിയ നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ചേർക്കാം. ഇനി ആ മീനിലേക്ക് നല്ലതുപോലെ മസാല പിടിക്കത്തക്ക രീതിയിൽ നന്നായി തേച്ച് പിടിപ്പിക്കാം. ഈ മസാലപ്പൊടികളൊക്കെ മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചും പിന്നെ അവരവരുടെ ടേസ്റ്റും എരിവും ഒക്കെ അനുസരിച്ചിട്ട് വേണം ചേർക്കാൻ. ഇനി മീനിലേക്ക് നന്നായി മസാലയൊക്കെ തേച്ച് ഒരു കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ഫിഷ് മസാല തയ്യാറാക്കാം. ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ 3 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് ചേർക്കാം. ഇനി അത് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ വറുത്തിട്ട് കോരി മാറ്റാം. ഇനി 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി കൂടി വറുത്ത് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് 2 ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. ഈ ഒരു പാകത്തിന് നമുക്ക് വറുത്ത് കോരി മാറ്റാം. എങ്കിൽ മാത്രമേ അതെല്ലാം ഈവനായിട്ട് നല്ല കളറിൽ വരത്തുള്ളൂ. സവാള അരിയുമ്പോൾ എല്ലാം ഒരേ കനത്തിൽ തന്നെ അരിയാൻ ശ്രദ്ധിക്കുക. അപ്പം എല്ലാം ഒരേപോലെ ബ്രൗൺ നിറത്തിൽ തന്നെ നമുക്ക് കിട്ടും. ഈ വറുത്തെടുക്കുന്ന സവാള എല്ലാം ഒന്ന് ടിഷ്യൂ പേപ്പറിൽ നിരത്തിയിടണം. ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന മീൻ ഓരോന്നും ഇതിലിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ എല്ലാ സൈഡും നന്നായി ഫ്രൈ ആകുന്നിടം വരെ തിരിച്ചു മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം മീൻ എല്ലാ സൈഡും നന്നായി ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ മീൻ വറുത്ത് കോരുന്ന സമയത്ത് പാത്രം ചൂടായിട്ട് പെട്ടെന്ന് ആ എണ്ണയിലുള്ള പൊടികളൊക്കെ കിടന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീ നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് വേഗത്തിൽ മീൻ എടുക്കുക. എന്നിട്ട് അപ്പം തന്നെ സവാള അരിഞ്ഞത് ചേർക്കുകയും വേണം. വറുത്തെടുത്ത മീൻ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇത് മീഡിയം സൈസ് 4 സവാള അരിഞ്ഞെടുത്തതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ നല്ല ഫ്രഷ് ആയിട്ട് ചതച്ചെടുത്തത് ചേർക്കാം. ഒരു 5 പച്ചമുളകും കൂടെ കൂട്ടത്തിൽ ചതച്ചിട്ടിട്ടുണ്ട്. ഇനി പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഇനി ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ച ടേസ്റ്റ് എല്ലാം മാറി സവാള എല്ലാം നല്ല ബ്രൗൺ ആയി വഴണ്ട് വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഇപ്പം സവാള എല്ലാം വഴണ്ട് നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടീസ്പൂൺ ബിരിയാണി മസാല ചേർക്കാം. ഞാൻ നിറബറയുടെ ബിരിയാണി മസാലയാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. 1 ടീസ്പൂൺ ഹോം മെയ്ഡ് ഗരം മസാല ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ പൊടികളുടെ പച്ചമണം എല്ലാം മാറുന്നിടം വരെ വഴറ്റിയെടുക്കാം. ഞാൻ സാധാരണ ബിരിയാണി തയ്യാറാക്കുമ്പോൾ ബിരിയാണി മസാല വീട്ടിൽ തന്നെ ചൂടാക്കി പൊടിച്ചെടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കറികൾക്കും ബിരിയാണിക്കും ഒക്കെ നല്ല ഒരു നാടൻ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടും. പക്ഷെ അത് ബാച്ചിലേഴ്സിനൊക്കെ ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ കയ്യിൽ ഈ മുഴുവനെയുള്ള മസാലകളൊന്നും കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോർ ബോട്ട് ബിരിയാണി മസാല ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ബിരിയാണി മസാല ആയാലും കുഴപ്പമില്ല. അങ്ങനെയുള്ളവർക്ക് അത് ഉപയോഗിക്കാം. 3-4 മിനിറ്റ് വഴറ്റിയ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞ് ചേർക്കാം. നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ഉള്ളിയും മസാലയും തക്കാളിയും എല്ലാം കൂടെ നന്നായി ഒന്ന് വെന്ത് വരുന്നതിനായിട്ട് ഏകദേശം 1 കപ്പോളം വെള്ളം ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ആ തക്കാളി ഒന്ന് വേകുന്നിടം വരെ അടച്ചു വെച്ച് വേവിക്കാം.
ഈ ഒരു മസാല ഒരുപാട് ഡ്രൈ ആയി പോകരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ചോറിലേക്ക് ആവശ്യത്തിനുള്ള മസാല കിട്ടത്തുമില്ല. പിന്നെ നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് വേഗത്തിൽ അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു ലൂസായിട്ടിരിക്കണം. ഈ ഒരു സ്റ്റേജിൽ ഇതിൻ്റെ ടേസ്റ്റ് നോക്കണം. എന്നിട്ട് ഇതിലേക്ക് വല്ല ഗരം മസാലയോ ബിരിയാണി മസാല അല്ലെങ്കിൽ ഉപ്പ്, എരിവ് ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കണം പാകത്തിന്. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. ബിരിയാണി ആയതിനു ശേഷം നമുക്ക് ഈ മസാലയിലേക്ക് പിന്നെ ഒന്നും ചേർക്കാൻ പറ്റത്തില്ല. അത് കാരണം എല്ലാം ഇപ്പം തന്നെ കറക്റ്റ് ചെയ്യണം. അപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞ് മസാലയൊക്കെ വെന്തിട്ടുണ്ട്. ആ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. പിന്നെ അത് കൂട്ടിയോ കുറച്ചോ അവരവരുടെ ഇഷ്ടം പോലെ ചേർക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മല്ലിയിലയും പുതിനയിലയും കൂടെ ചെറുതായി അരിഞ്ഞൊന്ന് ഇട്ടിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ബിരിയാണിയിൽ എപ്പോഴും നല്ല ഫ്രഷ് മല്ലിയിലയും പുതിനയിലയും തന്നെ ഉപയോഗിക്കണം. നമ്മൾ മസാല ഓൾറെഡി തയ്യാറാക്കി, മീനും ഓൾറെഡി വെന്തതാണ്. ഇനി നമ്മൾ ദം ചെയ്യുന്ന സമയത്താണ് ഈ മസാല ചൂടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് മല്ലിയിലയും പുതിനയിലയും ഒന്നും ചൂടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനും കൂടെ ചേർക്കാം. ഇപ്പം നമ്മുടെ ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ചോറ് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു വലിയ പാത്രത്തിൽ കുറച്ചേറെ വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഈ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇതിന് കുറച്ച് ഉപ്പിൻ്റെ ടേസ്റ്റ് മുന്നേ നിൽക്കണം. എങ്കിൽ മാത്രമേ ചോറിലേക്കും ആവശ്യത്തിനുള്ള ഉപ്പ് പിടിക്കത്തുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 8 ഗ്രാമ്പൂ ചേർക്കാം. ഒരു 2 ഇഞ്ച് വലിപ്പമുള്ള ഒരു കറുവപ്പട്ട നന്നായി ഒടിച്ചിട്ട് കൊടുക്കാം. 8 ഏലക്ക ചേർക്കാം. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. ഒരു നുള്ളു കുരുമുളക് ചേർക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഈ വെള്ളം നന്നായി തിളപ്പിച്ചെടുക്കാം. അപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 750 ഗ്രാം ബസുമതി അരി നന്നായി കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുക്കാം. 3/4 കിലോ ആണ്. ഒരു 3.5 കപ്പോളം അരി വരും. ഇനി അരി തമ്മിൽ ഒട്ടാതിരിക്കാൻ 1 ടേബിൾ സ്പൂൺ എണ്ണയോ നെയ്യോ ചേർക്കാം. ഒരു ചെറിയ നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ചേർക്കാം. ചോറ് വെന്ത് കഴിയുമ്പോൾ കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അതിങ്ങനെ വെന്തിട്ട് ഒടിഞ്ഞൊടിഞ്ഞ് വരും. ആ ഒരു പാകത്തിനാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. ബാക്കി ദം ചെയ്യുന്ന സമയത്താണ് ബാക്കി വേകുന്നത്. അരി കിടന്ന് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അരി വെന്തിട്ടില്ല. കയ്യിൽ വെച്ച് പ്രസ് ചെയ്ത് നോക്കി മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അല്പം ഒന്ന് കഴിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഓൾമോസ്റ്റ് വെന്ത ഒരു പാകം വരണം. അതായത് നമ്മുടെ സ്റ്റീംഡ് റൈസിൻ്റെ ഒക്കെ ഒരു പാകം. ആ ഒരു പരുവത്തിൽ തീ ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വെള്ളം ഊറ്റിക്കളയണം. ബസ്മതി അരി ആയതുകൊണ്ട് നമ്മൾ അടുപ്പത്തിരിക്കും തോറും അല്ലെങ്കിൽ വെള്ളം ഊറ്റിക്കളയുന്ന സമയത്താണല്ലോ ആ ചെറിയ ചൂടിലിരുന്ന് കൂടുതൽ വെന്ത് പോകും. അപ്പോൾ നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് ചോറ് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് ചോറ് പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലെ ഏലക്കയും പട്ടയൊക്കെ പൊങ്ങിക്കിടക്കുന്നത് അത് കടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ചങ്ങെടുത്ത് കോരി മാറ്റാം. ഇനി നമുക്കിതിൻ്റെ വെള്ളം ഊറ്റിക്കളയാം. ഇപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. അത് കൂടുതലായി വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി തുറന്നു വെക്കണം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് നല്ല തിളച്ച് 2 ടേബിൾ സ്പൂൺ വെള്ളം എടുക്കാം. അതിലേക്ക് ഒരു നുള്ളു കുങ്കുമപ്പൂ ഇട്ട് 5 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ അത് ചെറുതായി ഒന്ന് ചതച്ചെടുക്കാം. അപ്പം നല്ലതുപോലെ അതിൻ്റെ നിറം ഇളകും. ഇതും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതിന് പകരം മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചാലും മതി. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഓവനിൽ വെച്ചിട്ടാണ് ദം ചെയ്തെടുക്കുന്നത്. അത് കാരണം ഒരു ഓവൻ സേഫ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ലെയർ ചോറ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് മുകളിലേക്ക് കുറച്ച് നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിന് മുകളിൽ കുറച്ച് ഫിഷ് മസാല വെക്കാം. അപ്പോൾ അതിന് മുകളിൽ കുറച്ച് സവാള വറുത്തത് ഇട്ട് കൊടുക്കാം. വീണ്ടും ചോറും ഫിഷ് മസാല, പിന്നെ നമ്മൾ കലക്കി വെച്ചിരുന്ന കുങ്കുമപ്പൂവ്, കുറച്ച് മല്ലിയില പുതിനയില അരിഞ്ഞത്, സവാള വറുത്തത്, കാഷ്യൂനട്ട് ഉണക്കമുന്തിരി വറുത്തത്, പിന്നെ നെയ്യ്. ഇതെല്ലാം ഇങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുക്കണം. നെയ്യൊക്കെ അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കണം. ഇനി ഇത് നന്നായിട്ട് ഒട്ടും ഏറെ പോകാത്ത രീതിയിൽ സീൽ ചെയ്തെടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ചോറങ്ങ് ഡ്രൈ ആയി പോവും. ഇനി ഇത് 400 ഡിഗ്രി ഫാരനൈറ്റിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ച് 20 മുതൽ 25 മിനിറ്റ് വരെ ഒന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ 400 ഡിഗ്രി ഫാരനൈറ്റ് എന്ന് പറയുന്നത് 200 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അതിനുശേഷം ഒരു 10-15 മിനിറ്റ് ഒന്ന് തണുത്തതിന് ശേഷം വേണം ഇത് തുറക്കാൻ. പെട്ടെന്ന് ചൂടോടെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ആ ചോറ് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ പറയുന്നത്. ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ബിരിയാണി റെഡിയായി. അപ്പോൾ ചോറൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടില്ല. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. പിന്നെ ഈ സാഫ്രോൺ കയ്യിലില്ല അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് കുറച്ച് ഡ്രോപ്സ് പൈനാപ്പിൾ എസൻസോ അല്ലെങ്കിൽ റോസ് വാട്ടറോ കുറച്ച് ഒഴിച്ചാൽ മതി. ഞാൻ നേരത്തെ മുട്ട ബിരിയാണി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കണം. കാരണം സാധാരണ നമ്മൾ മുട്ട ബിരിയാണി വെക്കുന്നതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് അത് വെച്ചിരിക്കുന്നത്.
നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തയ്യാറാക്കാനും പറ്റും മുട്ടയായത് കാരണം. പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ പാചകലോകം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ചാനലിനെ കുറിച്ച് അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പറയണം. ഇനി മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.